എന്താ നിങ്ങൾ പറയുന്നത്? ഞങ്ങളിവിടെ ഉന്നയിച്ചു ദേശീയപാത വികസിപ്പിക്കണം, ആരും എതിരല്ല. സിആർ അത് വിശദീകരിച്ചു. ദേശീയപാതയുടെ വികസനത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. കേരളത്തിൽ ഒരു കുട്ടി പോലും അതിനെതിരല്ല. പക്ഷേ പാതയുടെ വികസനത്തിനു വേണ്ടി ഏറ്റെടുക്കുന്ന അനാവശ്യമായ ഭൂമി, ആ ഭൂമി ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടം, അത് നികത്താൻ ആരാണ്, ഏത് അധികാര കേന്ദ്രത്തിനാണത് അത് നികത്താൻ കെൽപ്പുള്ളത്? മൂലമ്പള്ളിയിൽ കുടിയിറക്കപ്പെട്ട 100-ലധികം ആളുകൾക്ക് നിങ്ങൾ പ്രഖ്യാപിച്ച പാക്കേജ് 2 വർഷത്തോടടുക്കുകയാണ്. അതിലൊരാൾക്ക് പോലും താമസിക്കാൻ ഭൂമി കാണിച്ചു കൊടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട കേരള ഗവൺമെന്റിന് ഒഴിപ്പിക്കപ്പെടുന്ന 10,000-ങ്ങൾക്ക് കയറിക്കിടക്കാൻ ഭൂമി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടോ? നിങ്ങൾക്ക് ശേഷിയുണ്ടോ? മന്ത്രിയുടെ വാചകം മൗനമാണ്. പണമുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ആളുകൾക്ക് വീട് വെക്കാൻ അവർ ഇപ്പോൾ സമ്പാദിച്ച് സ്വരുക്കൂട്ടി തലമുറകളിലൂടെ കെട്ടിയുണ്ടാക്കിയ ഈ വീടുകൾ, അവരുടെ വ്യാപാരശാലകൾ നിങ്ങൾ തകർത്ത് കളഞ്ഞാൽ അത് നിർമ്മിക്കാൻ ആവശ്യമായ പണം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഗവൺമെന്റിന്റെ മറുപടി, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ടാണല്ലോ BOT-കാരന് പാതയേൽപ്പിക്കുന്നത്. ഗവൺമെന്റിന്റെ ന്യായം. ഞാനതിന്റെ വസ്തുതകളിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ സ്വയം പാപ്പരെന്ന് പ്രഖ്യാപിച്ചൊരു ഗവൺമെന്റ് 10,000-കണക്കിന് ജനങ്ങൾ, മാന്യമായി ജീവിക്കുന്ന 10,000-കണക്കിന് ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അവർക്കൊരു വീടൊരുക്കി കൊടുക്കാൻ കഴിയുന്നത്? ഇനി നിങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ തന്നെ അതിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ കേരളത്തിൽ എവിടെയാണ് ലഭ്യം? മണലില്ല, ഇഷ്ടികയില്ല, കളിമണലില്ല, ഒന്നുമില്ല ഈ നാട്ടിൽ. ഉള്ളതെല്ലാം ഭീകരമായ വില. സർക്കാർ വീട് വെക്കാൻ നൽകുന്ന 75,000 രൂപ, ഒരു വീട് വെക്കാൻ ആവശ്യമായ മണലിന് 1 ലക്ഷം രൂപ. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി. നിങ്ങൾ ഈ വീടാകെ, കെട്ടിടങ്ങളാകെ തകർത്ത് തരിപ്പണമാക്കിയാൽ കേരളം പിന്നൊരു മരുഭൂമിയായിരിക്കും. പുനർനിർമ്മാണത്തിന് സാധ്യതയില്ലാത്തൊരു മരുപ്പറമ്പാക്കി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്ന അധികാര കേന്ദ്രത്തിനെതിരെയാണ് ജനങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധിക ഭൂമി എന്നത് നിങ്ങൾ ഉപേക്ഷിക്കണം. BOT എന്ന ശാഠ്യം നിങ്ങൾ ഒഴിവാക്കണം. ജോസഫ് പറയുന്നു 45 മീറ്റർ എന്ന് ഞാൻ കേന്ദ്രത്തോട് പറഞ്ഞുപോയി, അതുകൊണ്ട് അത് വാങ്ങിക്കൊടുക്കാൻ ഞാൻ നിർബന്ധിതനാണ്. സർ, താങ്കൾ ആരോട് ചോദിച്ചിട്ടാണ് 45 മീറ്റർ എന്ന് കേന്ദ്രത്തോട് പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞോ? ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ അങ്ങനെ പറയാൻ? അതുകൊണ്ട് പിടിവാശി ഉപേക്ഷിച്ചിട്ട് താങ്കൾ 30 മീറ്റർ എന്നതിലേക്ക് കേന്ദ്രത്തെ എത്തിക്കാൻ ശ്രമിക്കണം. കേരളത്തിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, പൊതുമരാമത്ത് മന്ത്രി. അദ്ദേഹത്തിനൊരിക്കൽ തോന്നി 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തണം. അതിനുവേണ്ടി ഒരു എക്സ്പ്രസ് വേ എന്ന് വല്ലാതെ സ്വപ്നം കാണുന്ന മന്ത്രിയാണ്. ഇപ്പോഴും അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു, 4 മണിക്കൂർ കൊണ്ട് അങ്ങ് എത്തണം. അതിനുവേണ്ടി ഒരു പാത അദ്ദേഹം പ്രഖ്യാപിച്ചു. മിനിസ്റ്റർ ജോസഫ്, താങ്കൾ ഇടയ്ക്ക് ആ മുൻമന്ത്രിയുമായി സംസാരിക്കുന്നത് നന്നായിരിക്കും. ജനങ്ങൾ തീരുമാനിച്ചു 5 കൊല്ലത്തേക്ക് ആ മന്ത്രി തിരുവനന്തപുരത്തേക്ക് വരേണ്ടതില്ല എന്ന് ജനങ്ങൾ അങ്ങ് തീരുമാനിച്ചു കളഞ്ഞു. ഇപ്പോൾ അദ്ദേഹം മലബാറിൽ പാട്ടും പാടി നടക്കുകയാണ്. ജോസഫും നല്ല പാട്ടുകാരനാ. LDF-ന്റെ യോഗത്തിൽ വീരേന്ദ്രകുമാർ പറഞ്ഞത് ആകെ നടക്കുന്നത് ജോസഫിന്റെ പാട്ടാണെന്നാണ്. ഇങ്ങനെ പോയാൽ ജോസഫ് തൊടുപുഴയിൽ പാട്ടുപാടി നടക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജോസഫിനൊരു അധിക ഗുണം കൂടിയുണ്ട്, നന്നായി പശു വളർത്തുന്ന ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹം. കേരളത്തിലാകട്ടെ കടുത്ത പാൽക്ഷാമവുമുണ്ട്. ജനങ്ങൾക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ അതിനാണ് വേണ്ടതെന്ന് തോന്നിയാൽ കുറ്റം പറയരുത് എന്ന് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതുകൊണ്ട് മുൻഗാമികളോട് ചോദിച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കാൻ. ഞങ്ങളുടെ നാട്ടിലൊരു വ്യവസായ മന്ത്രി വന്നു, കരിമണൽ വാരാൻ. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. കരിമണൽ വാരാൻ മന്ത്രി വന്നു. ഒരു പിടി അവിടുന്ന് വാരിയില്ല കേട്ടോ. മന്ത്രി ഇപ്പൊ ഭയങ്കര പശ്ചാത്തലത്തിലാ. പഴയ ആളല്ല ഞാനെന്നാ പറയുന്നേ. തിരിച്ചു വരുമ്പോ ഇനി അദ്ദേഹം കരിമണലിനെ കുറിച്ച് പറയില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ജനങ്ങളെ വെല്ലുവിളിച്ച് ഒരുത്തരും കേരളത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് BOT പാതയുടെയും പാതയുടെ അധിക ഭൂമി ഏറ്റെടുക്കുന്നതിന്റെയും കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കരുത് എന്ന്
ബഹുമാന്യനായ മന്ത്രി ജോസഫിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇടതുപക്ഷത്തിന് വലിയൊരു ദൗർഭാഗ്യമുണ്ട്. കേരളത്തിൽ ആദ്യത്തെ BOT പദ്ധതി തോപ്പുംപടിയിലെ പാലമായിരുന്നു. അന്ന് ഒപ്പുവെക്കുമ്പോഴും ഈ ജോസഫ് തന്നെയായിരുന്നു മന്ത്രി. നയനാർ ഗവൺമെന്റിൽ രണ്ടാമത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായി ഒപ്പുവെച്ചപ്പോൾ അദ്ദേഹം ഇടക്കൊന്ന് പോയല്ലോ ചില സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക്. പകരം വന്ന മന്ത്രി മോൻസ് ജോസഫാണ് അത് ഒപ്പുവെച്ചത്. ഇടതുപക്ഷം ഇപ്പോൾ 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഉപരോധിക്കുകയാണ്. എന്താ വിഷയം? ആഗോളവൽക്കരണം, ആസിയാൻ കരാർ, സാമ്രാജ്യത്വം, മുതലാളിത്തം എല്ലാം ഉണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾക്ക് ഈ BOT ഒരു സാമ്രാജ്യത്വവും മുതലാളിത്തവുമായി മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? സങ്കടകരമാണ് നിങ്ങളുടെ കാര്യം. BOT ഏതാ? സോഷ്യലിസ്റ്റ് പദ്ധതിയാണോ അതോ മുതലാളിത്തമോ? നിങ്ങൾ നയം വ്യക്തമാക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതുകൂടി എഴുതി ചേർക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. BOT പദ്ധതിയും സാമ്രാജ്യത്വത്തിന്റെ ഇനത്തിൽ, മുതലാളിത്തത്തിന്റെ ഇനത്തിൽ പെടുത്തി അതുകൂടി എതിർക്കാൻ കഴിയണം. ചില പാർട്ടിക്കാർ പറയുന്നത് ഇപ്പോഴും ആസിയാനാ, ഞങ്ങളും ആസിയാൻ കരാറിൽ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ ആസിയാൻ കരാർ മാത്രം സമരം ചെയ്താൽ പോരല്ലോ. ചില ആളുകൾക്ക് ഇനി ഒരു 10 കൊല്ലത്തേക്ക് ആസിയാൻ കരാർ കൊണ്ട് കഴിച്ചിലാകാൻ ചില തീരുമാനിച്ചേക്കുന്നത്. ആസിയാൻ കരാറിനോടൊപ്പം തന്നെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന പല ജനവിരുദ്ധതയും തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണ്ടേ? കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ആകെ ഒരേ സമയം ഒറ്റ സമരമേ നടത്താൻ ശേഷിയുള്ളോ? ഒരുപാട് സമരം നടത്തണം. സോളിഡാരിറ്റി ഒരേ സമയം ഒരുപാട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ മുന്നണികൾക്ക് ഒരേ സമയം ഒരു വിഷയത്തിലേ ഇടപെടാൻ കഴിയൂ. വളരെ സങ്കടകരമാണ് കാര്യം. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം വളർന്നു വരുന്നത് നിങ്ങൾ